ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധീഷിൻ്റെയും ഇതിലെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ വരും ദിവസത്തെ സുധീഷിൻ്റെയും നിധിയുടെയും സൂപ്പർ വിശേഷത്തിൽ കാണുന്നത് സുഭാഷ് ഏട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന നിധിയുടെ ഒരു മാസ് പ്രകടനം തന്നെയാണ്. ഒരു രഹസ്യ വിവാഹമാണ് നടത്തുന്നത്. അങ്ങനെ സുഭാഷ് ഏട്ടനെ കൊണ്ട് പല പെണ്ണും കാണിച്ചുവെങ്കിലും ആർക്കും ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ സുഭാഷ് ഏട്ടൻ വളരെ നിരാശനായി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് സുഭാഷ് ഏട്ടന് പെണ്ണ് കാണിക്കുവാൻ കൊണ്ടുപോയത് തന്നെ ദിദിക്ക് വലിയ ഒരു സങ്കടമാണ്. കാരണം രണ്ട് പെണ്ണ് കാണിച്ചെങ്കിലും അവിടെ തോൽവി തോറ്റു കൊടുക്കുന്ന സുഭാഷ് ഏട്ടനെ കണ്ടപ്പോൾ തന്റെ അനിയന്മാരെ സ്നേഹിക്കുന്ന, തന്റെ കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്ന ഈ സൗമ്യനായ അല്ലെങ്കിൽ അത്രയ്ക്ക് പാപമായ സുഭാഷ് ഏട്ടൻ ഒരു വിവാഹം കഴിക്കണമെന്ന് നിധിക്ക് നിർബന്ധമുണ്ടാകുകയാണ്. അല്ലെങ്കിൽ തന്റെ അനിയന്മാരൊക്കെ വിവാഹം ചെയ്ത് അവർ പോകും, അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞ ശേഷം സുഭാഷ് ഏട്ടൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് നിധിക്ക് മനസ്സിലായി. അത് തന്റെ അനിയന്മാരോടെല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ. അങ്ങനെ എന്നാൽ ഇനി സുഭാഷ് ഏട്ടനെ ഒരു വിവാഹം കഴിപ്പിക്കാനേ ചെയ്യുക. അതിനുവേണ്ടി തന്റെ അനിയന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി വേറെ ഒരു പെണ്ണുമായിട്ട് നമ്മൾ കല്യാണം ആലോചിക്കേണ്ട. സുനന്ദയ്ക്കും സുഭാഷ് ഏട്ടനും പരസ്പര സ്നേഹമുണ്ട്. സുഭാഷ് ഏട്ടന് തുറന്നു പറയാൻ മടിയാണെങ്കിലും സുനന്ദ അത് പറയുകയും ചെയ്തതാണ്. സുഭാഷ് ഏട്ടനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് സുഭാഷ് ഏട്ടനും സുനന്ദയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് തന്നെ അനിയന്മാരോട് നിർബന്ധിക്കുകയും അനിയന്മാർ പറയുക, അന്നേരം എൻ്റെ ഏട്ടത്തി അതൊന്നും നടക്കുകയല്ല. കാരണം സുനന്ദ അവള് പറ്റിക്കും. അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അവളുടെ വീട്ടുകാർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അവൾ അനങ്ങുകയല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ സുഭാഷ് ഏട്ടനുമായിട്ട് വിവാഹം കഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം പറഞ്ഞ് രഹസ്യമായിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുക, അതിന് സുനന്ദ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അനിയന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സുനന്ദ കാരുവാരും എന്ന് ഒരു ഉറപ്പ് ഒരു അറിയാം. അതുകൊണ്ട് കാരണം അത്രത്തോളം പാവ ഒരു പെണ്ണാണ്. തന്റെ അമ്മയുടെ അല്ലെങ്കിൽ തങ്ങളുടെ അമ്മായി അത്രയ്ക്ക് ദുഷ്ടത്തി ആയതുകൊണ്ട് തന്നെ പിടിച്ചു നിർത്തിയാലും സുനന്ദ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ സുഭാഷ് ഏട്ടനും അതുപോലെയാണ്, പാവത്താനാണ്. അതുകൊണ്ട് അവർ വിവാഹം നമുക്ക് നടത്താൻ ശ്രമിക്കേണ്ട ഏട്ടത്തി, നമ്മൾ തോറ്റു പോകത്തേ ഉള്ളൂ, നമ്മൾ നാണം കെട്ട് പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയും. അവിടെ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഒടുവിൽ മുങ്ങും, വരാതിരിക്കും. അപ്പം പിന്നെയും നമ്മൾ നാണം കെടും, നമുക്ക് വാശിയാവും. അതുകൊണ്ട് വേണ്ട ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് തന്നെ അനിയന്മാരെ ഹരീഷും നികേഷും സുധീഷൊക്കെ വിലക്കുന്നുണ്ട്. പക്ഷേ നിധി പറയാണ്, ഇല്ല ഹരീഷെ, അവള് ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് തീർച്ചയായിട്ടും നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ സുഭാഷ് ഏട്ടനെയും സുനന്ദനെയും വിവാഹം നടത്തിക്കാം എന്ന് പറയുകയും അങ്ങനെ എന്തായാലും ഏട്ടത്തി അങ്ങനെ സുനന്ദ എത്ര ഉറപ്പ് പറഞ്ഞെങ്കിൽ നമുക്കൊരു കൈ നോക്കിയേക്കാം. ഇനി സുഭാഷ് ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ സുഭാഷ് ഏട്ടനെയും പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ കൂടി, നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം കൂടെ കൂടി സുഭാഷ് ഏട്ടനെ കൊണ്ടും ഒരു വിധത്തിൽ ആ രഹസ്യ വിവാഹത്തിന് വേണ്ടി ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടുന്ന ആ ചടങ്ങിലേക്ക് മനസ്സിനെ പൊരുത്തപ്പെടുത്തി എടുക്കുകയാണോ. അപ്പം എന്തായാലും സുഭാഷ് ഏട്ടനും ഒടുവിൽ സമ്മതിച്ചു. അപ്പം അതിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നാൽ നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. കാരണം അങ്ങനെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അങ്ങനെ ഒരു രാത്രി എങ്ങനെയും തള്ളി നീക്കണം നിധിക്ക്. കാരണം തന്റെ വലിയൊരു പ്ലാനാണ് സുഭാഷ് ഏട്ടനെയും സുനന്ദയും തമ്മിലുള്ള വിവാഹം. ആ രാത്രി പല വിധത്തിലുള്ള ചിന്തകളുമായിട്ട് ഇങ്ങനെ നിധി കിടക്കുക, ഉറക്കം വരുന്നില്ല. അതുപോലെ തന്നെ തന്റെ സുധീഷിന് പിന്നെ അങ്ങനത്തെ ഒരു വിചാരമില്ല. നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നൊരു വിചാരത്തോടു കൂടി തന്റെ സ്ഥിരം കോമളിത്തരവുമായിട്ട് ആ വീട്ടിൽ കൂടെ നടക്കുന്നു. ആ സമയത്തും നികേഷിനും ഹരീഷിനും വലിയ ടെൻഷൻ. ഇനി സുനന്ദ ഏട്ടത്തി പറഞ്ഞ പോലെ സുനന്ദ വരാതിരിക്കുമോ, വന്നാൽ തന്നെ അതെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അവരുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നികേഷിനെ ഹരീഷിനെ കാണാട്ടോ. ഇങ്ങനെ നിധി വലിയ വലിയ പ്ലാനുകളുമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ആ വിവാഹത്തിന്റെ ദിവസമായി എല്ലാവരും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ടിപ് ടോപ്പായി സുഭാഷിനെ കൊണ്ട് വെള്ള ഷർട്ടൊക്കെ ഉടുപ്പിച്ച് ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഒരു വരനായിട്ട് തന്നെ ഒരുക്കിക്കൊണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തും സുഭാഷ് ഏട്ടന് പേടിയുണ്ട്. കാരണം സുഭാഷിന്റെ മനസ്സിൽ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്, താൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു വിവാഹം. സുനന്ദനെ ഇഷ്ടമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒളിച്ച ഒരു വിവാഹം നടത്തുക എന്നത് സുഭാഷ് സ്വപ്നത്തിൽ പോലും
കണ്ടതല്ല. സുഭാഷിന്റെ ജീവിതത്തിൽ തന്റെ ജോലി സ്ഥലവും തന്റെ അനിയന്മാരുടെ ജീവിതവും ഒക്കെയാണ് സ്വപ്നം കണ്ട് നടന്നതെങ്കിലും തന്റെ മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങളും മനസ്സിലൊതുക്കി തന്നെ ജീവിക്കേണ്ടി വരുന്ന ആ സുഭാഷിന് ഇന്ന് വിവാഹത്തിന്റെ ദിവസമാണ്. അങ്ങനെ സുഭാഷും ഒരുങ്ങി എല്ലാവരുമായി സുധീഷിന്റെ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം ഹരീഷിനും നികേഷിനും വലിയ സന്തോഷമാണ്. കാരണം സുഭാഷ് ചേട്ടന്റെ വിവാഹമാണ്, തന്റെ ചേട്ടന്റെ വിവാഹമാണല്ലോ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അത് തന്നെയാണ്. ആ സമയത്തും മനസ്സിനുള്ളിൽ വലിയൊരു ഭാരമുണ്ട്, ടെൻഷനുണ്ട്. കാരണം അവര് സുനന്ദ വരുമോ, സുനന്ദ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം, അവരുടെ വീട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ ടെൻഷനുണ്ട്. എന്തായാലും അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെന്ന് കാര്യങ്ങളൊക്കെ വിവാഹത്തിനുള്ള മുഹൂർത്തവും അതുപോലെ വിവാഹം നടത്തുവാനുള്ള ശാന്തിനെയൊക്കെ കണ്ട് എല്ലാം കാര്യങ്ങളും സെറ്റപ്പായി നിൽക്കുക. അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയാകുമ്പോൾ സുനന്ദ വരും. സുനന്ദയ്ക്ക് വേണ്ടി നിധി കാത്തിരിക്കുകയാണ്. ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കാരണം ഫോൺ വിളിച്ചാൽ തന്നെ എടുക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ട്. കാരണം എടുത്തു കഴിഞ്ഞാൽ വലിയ കുളമായി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് സുനന്ദയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 10 മണി വരെ കാത്തു നിൽക്കുന്ന നിധിയെ കാണാം. നിധിയുടെ മനസ്സിൽ മൊത്തം ടെൻഷൻ അടിച്ച് ഇപ്പോൾ തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് നിധി നിൽക്കുന്നത്. ഈ സമയത്ത് സുനന്ദയുടെ വീട്ടിൽ സുനന്ദയുടെ അമ്മയും അവിടെ ഉണ്ട്, അതുപോലെ മുത്തശ്ശിയും ഉണ്ട് കേട്ടോ. മുത്തശ്ശീനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് എവിടെയൊക്കെ സുനന്ദയുടെ അമ്മ പോകാറുള്ളത്. കാരണം സുനന്ദനെ അറിയാം, സുനന്ദയെ കണ്ണ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ സുഭാഷിന്റെ അടുത്തേക്ക് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സുനന്ദയുടെ അമ്മയ്ക്ക് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട, വേറെ വെളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ വല്യമ്മേനെ സുനന്ദയെ ഏൽപ്പിച്ചിട്ട് അവളെ എങ്ങും പറഞ്ഞു വിടണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് സുനന്ദയുടെ അമ്മ വെളിയിലേക്ക് പോകാൻ തുടങ്ങിയാട്ടോ. ഈ സമയത്ത് എന്തായാലും സുനന്ദ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തന്റെ അമ്മ ഇന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്, ആ സമയത്ത് വേണം എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഡ്രസ്സൊക്കെ റെഡിയായി തന്റെ സർട്ടിഫിക്കറ്റുകളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ബാഗിൻ്റെ അകത്ത് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. തന്റെ അമ്മ ഇന്ന് വെളിയിൽ ഇറങ്ങണം. തന്റെ അമ്മയാണല്ലോ ഏറ്റവും വലിയ ശത്രു. കാരണം അമ്മേനെ ധിക്കരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ അമ്മയുടെ അമ്മ അവിടെ നിന്ന് മാറിയാൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ തന്റെ അമ്മ അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ ഒരുങ്ങി വെളിയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ മോളെ എന്ന് ചോദിക്കുക. അപ്പൊ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോവുകയാണെന്ന് പറയാ. അയ്യോ, ഇന്ന് അമ്പലത്തിൽ പോകണോ, അതെന്തിനാ ഇന്ന് പോകുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞു, അല്ല മുത്തശ്ശി, എനിക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അയ്യോ, നിന്റെ അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും മോളെ, അവളെ എങ്ങോട്ടും വിട്ടേക്കില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ. ഈ സമയത്ത് സുനന്ദ വല്യമ്മേനെ ഒന്ന് സോപ്പിട്ട് ഒന്ന് TV ഒക്കെ ഓൺ ചെയ്ത് എങ്ങനെയെങ്കിലും മുത്തശ്ശനെ കൂടെ ഒന്ന് സോപ്പിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയ സുനന്ദ മുത്തശ്ശിനെ സോപ്പിട്ട് അവിടുന്ന് പതിയെ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. തന്റെ ബായ്ക്കും സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാ പെട്ടെന്ന് സുനന്ദയുടെ അമ്മ വെളിയിൽ പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വേഗത്തിൽ എന്തോ മറന്നു പോയിട്ട് വരികയും സുനന്ദനെ കണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം സുനന്ദയുടെ ഈ ബാഹ്യമുണ്ട്, സർട്ടിഫിക്കറ്റ് കിടക്കിയിരിക്കുക. പെട്ടെന്ന് സുനന്ദയുടെ അമ്മ ചോദിക്കുകയാണ്, നീ എവിടെ പോവുകയും ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോവാണോ എന്ന് പറയുകയും അങ്ങനെ അവിടെ വെച്ച് സുനന്ദയെ കയ്യോടെ പൊക്കുക കേട്ടോ. സുനന്ദ അമ്പലത്തിലേക്ക് പോകുന്നതല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ സുനന്ദനെ കയ്യോടെ കൂടിച്ച് പൊക്കി, നീ എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്റെ കുടുംബത്തെ അപമാനിച്ചുകൊണ്ട് നീ അവനെ കാണാൻ പോവല്ലേടി എന്ന് ചോദിച്ച് അവിടെ വെച്ച് വീടിന്റെ മുറ്റത്ത് വെച്ച് സുനന്ദനെ അടിക്കുകയും വീട്ടിലേക്ക് വലിച്ചോണ്ട് പോവുകയും ചെയ്തിട്ട് അങ്ങനെ മുറി കയറ്റിയിട്ട് സുനന്ദനെ പൂരം അടിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദയ്ക്ക് ഇനി മനസ്സിലായി, ഇനി ഇതുപോലെ തല താഴ്ത്തി നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ സുനന്ദ തന്റെ അമ്മയ്ക്ക് നേരെ ചെറുത്ത് നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് തന്റെ അമ്മയ്ക്ക് നേരെ എതിർത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ തർക്കിക്കുകയും തന്റെ അമ്മയോട്, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം, ഞാൻ പോകാൻ പോവാണ്, എന്റെ സുമാഷേട്ടന്റെ കൂടെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് തയ്യാറല്ല. കാരണം ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്, എന്റെ ഇഷ്ടം എന്താണോ അത് എനിക്ക് നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുനന്ദയുടെ അമ്മയുമായിട്ട് ഒരു വലിയൊരു വാക്കുതർക്കമുണ്ടാകുകയും അങ്ങനെ സുനന്ദയുടെ അമ്മയുമായിട്ട് ആദ്യമായിട്ട് ഒരു എതിർത്ത് നിൽപ്പ് നടത്തുന്ന സുനന്ദനെയാണ് കാണുന്നത്. അങ്ങനെ സുനന്ദയ്ക്കിട്ട് അടികിട്ടിയെങ്കിലും സുനന്ദയുടെ എതിർത്ത് നിൽപ്പ് കണ്ട് പകച്ചു പോകുന്ന സുനന്ദയുടെ അമ്മേനെ കാണാം. കാരണം ഇതുവരെയും സുനന്ദ അടിമേടിക്കുകയും തന്റെ വഴക്കുകൾ കേൾക്കുകയും മാത്രം ചെയ്തുകൊണ്ടിരുന്ന സുനന്ദ തന്റെ നേരെ എതിർത്ത് നിൽക്കുവാൻ, ആ സുഭാഷിന് വേണ്ടി എതിർത്ത് നിൽക്കുവാൻ ശ്രമിക്കുന്ന കണ്ട് അതിശയത്തോടു കൂടി ദയനീയമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി അങ്ങനെ ഒടുവിൽ
സുനന്ദയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഇനി ഇവളെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇവളെ ഒന്ന് മയക്കിയെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ദിവസം എന്നോട് ഞാൻ പറയുന്നത് എല്ലാം കേട്ടനുസരിച്ച് ഇപ്പോൾ എതിർത്ത് നിൽക്കുവാൻ തുടങ്ങി സുഭാഷിന് വേണ്ടി. അതുകൊണ്ട് ഇനി ഭീഷണി മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സുനന്ദയുടെ അമ്മ വേറെ റൂട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്റെ എന്നാ നീ പൊക്കോടി, നീ ഞങ്ങളെയും നിന്റെ അച്ഛനെയും വേണ്ടെങ്കിൽ പൊക്കോ, അദ്ദേഹം അന്യനാട്ടിൽ പോയി ജോലി ചെയ്ത് നിനക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും സുനന്ദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി അന്യനാട്ടിൽ പോയി പണിയാൻ പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സുനന്ദ എതിർത്ത് നിൽക്കുമ്പോൾ ഒടുവിൽ നീ പൊക്കോ, ഇനി നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനോ അമ്മയും ഇല്ല എന്ന് വിചാരിച്ചാൽ മതി, നീ സുഭാഷിന്റെ കൂടെ പോയി ജീവിച്ചോളാൻ പറയുകയും അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വയം ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്ന സുനന്ദയുടെ അമ്മയാട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ അവിടെ പതറിപ്പോവുകയാണ്. അവിടെ പതറിപ്പോകുമെന്ന് സുനന്ദയുടെ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സുനന്ദയുടെ അമ്മ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കുകയും അവിടെ സുനന്ദ അടി പറഞ്ഞു പോവുകയും അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ സ്തംഭിച്ചു നിൽക്കുന്ന സുനന്ദനെ കാണുന്ന ഈ സമയത്തും സുനന്ദയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിധിയും സുഭാഷും ഹരീഷും നികേഷും ഒക്കെ 10 മണിക്ക് വേണ്ടി സുനന്ദ വരുന്നതും കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ സുനന്ദയുടെ അമ്മയുടെ ഭീഷണിക്ക് മുൻപിൽ സുനന്ദയ്ക്ക് ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുവാൻ കഴിയാതെ വരികയും അങ്ങനെ ആ വിവാഹം അവിടെ മുടങ്ങുകയും ചെയ്യുന്നൊരു ഭാഗമാട്ടോ. ഒടുവിൽ മറുഭാഗത്ത് കാണുന്നത് ഇവിടെ ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ടാണ് സുനന്ദ ഇവിടെ ആ വീട്ടിൽ ഇരിക്കുന്നെങ്കിലും വെളിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ ദയനീയമായിട്ട് ഇരിക്കുന്നെങ്കിലും മറുഭാഗത്തും അതേ അവസ്ഥയാണ്. സുനന്ദ തങ്ങളെ വീണ്ടും പറ്റിച്ചു എന്ന് മനസ്സിലാക്കി നിധി തകർന്നു പോവുകയാണ്. മാത്രമല്ല തന്റെ അനിയന്മാരുടെ മുൻപിൽ താൻ കൊടുത്ത വാക്ക്, സുഭാഷ് ചേട്ടന് താൻ കൊടുത്ത വാക്ക് അവിടെ പാലിക്കപ്പെടാതെ വീണ്ടും സുഭാഷ് ചേട്ടനെ ഒരു കോമാളിയാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടത്തോടു കൂടി നിൽക്കുകയും ഒടുവിൽ കുറ്റം സംബന്ധിച്ച് സുഭാഷ് ചേട്ടനോട് ക്ഷമിക്കണം സുഭാഷ് ചേട്ടായി, അവൾ എന്നെയും പറ്റിച്ചു, ഞാൻ ഇന്ന് 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ അവൾ വീണ്ടും സുഭാഷ് ചേട്ടനെയും എന്നെയും കൂടെയാണ് പറ്റിച്ചത് എന്ന് പറയുകയും ഒടുവിൽ അമ്പലത്തിൽ നിന്ന് ആ താലിമാലയുമായിട്ട് വെറുതെ മടങ്ങിപ്പോരുന്ന ഒരു ദയനീയ കാഴ്ചയേക്കാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത്. വീണ്ടും വരുന്ന ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.